പഴയ ഓർമ്മകൾ ഓർമ്മിച്ചെടുക്കുന്നതിനോടൊപ്പം സന്നദ്ധ സേവനങ്ങളിലും പങ്കാളികളാവുകയാണ് ഒരുപറ്റം ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ. സ്ഥിരമായി തങ്ങൾ കണ്ടിരുന്ന ആളുകളാണ് മഴവെള്ള പാച്ചിലിൽ ഒലിച്ചുപോയത്. അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓരോ ദിവസവും നിരവധി പേരാണ് ഈ ദുരന്ത ഭൂമിയിലേക്ക് സഹായമായി എത്തുന്നത്. അത്തരത്തിൽ എല്ലാ ദിവസവും, അതായത് തുടക്കം മുതൽ ഇന്നുവരെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മളോട് കൂടെയുള്ളത്. അതായത് അമ്പലവയലിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സാണ്. അവർ നിരവധി തവണ ഈ പ്രദേശങ്ങളിലേക്ക്, അട്ടമലയടക്കം അല്ലെങ്കിൽ മുണ്ടക്കയടക്കമുള്ള മേഖലകളിലേക്ക് ഇത്തരത്തിൽ ഓട്ടവുമായി എത്തിയിട്ടുണ്ട്, ടാക്സിയുമായി എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം. നേരത്തെ തന്നെ ഈ പ്രദേശവുമായി അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ പലതവണ ടൂറിസ്റ്റ് ഫീൽഡായ കൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് പോകുന്ന സ്ഥലമായിരുന്നു. പിന്നെ ആദ്യം ക്യാമ്പിൽ ഞങ്ങൾ നിന്നായിരുന്നു. പിന്നെ അവിടുത്തെ ക്യാമ്പിൽ ആവശ്യമില്ലാന്ന് കണ്ട ഇവിടുത്തെ റെസ്ക്യൂ ആൾക്കാർക്ക് ഇവിടെ മേലേക്കൊന്നും സാധനങ്ങൾ, ഫുഡ് കാര്യങ്ങളൊന്നും എത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ കുറേ ആദ്യം അവിടുന്ന് ഇതാക്കി കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ വെച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കാനൊക്കെ തുടങ്ങി. ചൂട് കാപ്പിയും കാര്യങ്ങളൊക്കെ റെസ്ക്യൂ അതിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മളെ കൊണ്ട് ഇവിടുന്ന് വേറെ കാര്യങ്ങളൊന്നും അധികം ചെയ്യാൻ കഴിയില്ല. ബാക്കിയൊക്കെ JCB കാര്യങ്ങളും കൊണ്ട്, ഹിറ്റാച്ചിയും കൊണ്ടേ നടക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വന്നതാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തനം. തീർച്ചയായും നിരവധി പരിചയമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവുമല്ലേ? അപ്പം അത്തരത്തിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ? നമ്മൾ ജീപ്പ് ഡ്രൈവർമാരായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മൾ കൂട്ടുകാർ ദൂരത്തില്ല. കാരണം ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ്, നമ്മൾ ടൂറിസ്റ്റിൻ്റെ മേഖലയാകുമ്പോൾ നമുക്ക് അറിയാവുന്ന അട്ടമല ഒക്കെ ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പിന്നെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ നമ്മൾ കൂട്ടുകാരെ കുറേ, കാരണം ഒരുപാട് വണ്ടിക്കാരുണ്ടായിരുന്നു ഇവിടെ അവിടെ ഓടുന്നത്. അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം ഇവിടെ നടന്നിരിക്കുന്നു. ഇവരുടെ എല്ലാം സുഹൃത്തുക്കൾ അടക്കമാണ് ഇവിടെ നിന്നും ഒലിച്ചു പോയത്. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ രക്ഷാദൗത്യം നമുക്ക് നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇവിടെ ഒരു ജീവൻ്റെ തുടുപ്പുകളൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതെ, ഇവിടെ നമുക്ക് നിലവിൽ പാറക്കല്ലുകളാണ് അടിയിലാണ് പെട്ടിരിക്കുന്നത്. മണ്ണ് താഴ്വശത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് നിലവിൽ. അതുകൊണ്ട് എന്തായാലും ജീവൻ്റെ തുടുപ്പിന് കിട്ടാൻ എന്തായാലും ചാൻസ് കുറവ് തന്നെയാണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് എന്തായാലും അത് മനസ്സിലാവും. ഞങ്ങളിവിടെ നിലവിൽ ഇവിടെ എന്തായാലും വരുന്ന ആളുകളാണ്. ടൂറിസ്റ്റ് മേഖലയിലുള്ള ആളുകളായതുകൊണ്ട് ടൂറിസ്റ്റ് ഗസ്റ്റുകളെ കൊണ്ട് വരുന്ന ആളുകളാണ്. എങ്ങനെയായിരുന്നു ഇതിന് മുൻപ് ഈ പ്രദേശം ഉണ്ടായിരുന്നു? നിങ്ങൾ ടാക്സി ഓടിച്ച് വരുന്ന വഴിയാണല്ലോ, ഇപ്പം എങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്? ഇവിടെ നല്ലൊരു മനോഹരമായ സ്ഥലമായിരുന്നു. തേയിലത്തോട്ടങ്ങളും ഇതുമായിട്ട് ഒരു നല്ലൊരു സീനറി ആയിട്ട്. അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വയനാട്ടിൽ വന്നാൽ ഇവിടെ പോകാത്തവരായിട്ട് ആരും ഉണ്ടാകാറില്ല. എല്ലാവരും ഇവിടെ അത്രയ്ക്കും ഫേമസ് സ്ഥലമാണ്. സൂചിപ്പാറ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വന്ന് പോകുന്ന സ്ഥലമാണ്. ഇവിടെ അട്ടമല വ്യൂ പോയിന്റ്, പിന്നെ അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് എല്ലാവരും വന്ന് പോകുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പം അങ്ങനെ ഒരു സ്ഥലമേ നമുക്ക് കാണാൻ സാധിക്കില്ല. വീടുകൾ ഒന്നുമില്ല, തിരിച്ചറിയാൻ കഴിയില്ല. ആ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ എവിടെയാന്ന് അടുത്ത ആൾക്കാർക്ക് വരെ ഇത് എവിടെയായിരുന്നു വീടെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഇതുള്ളത്. ഇവിടെ നമ്മൾ വന്ന റോഡും കാര്യങ്ങളും നമുക്ക് ഇവിടേക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഒരു ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ് ഇപ്പോൾ നമ്മൾ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് ആഹാര പദാർത്ഥങ്ങൾ എത്തി. നമ്മളിപ്പോൾ തന്നെ കണ്ടു, നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പൊതിച്ചേറ് വാങ്ങി കഴിച്ചത്. അത്തരത്തിൽ ആളുകൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നു അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സാണ്. ഇവരുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി തവണ ഇവിടെ വന്നു പോയിട്ടുള്ളവരാണ് ഇവർ. പക്ഷേ അവരെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർ മിസ്സിംഗ് ആണ്. അത്തരത്തിൽ വലിയ ഒരു സങ്കട അവസ്ഥയിലും ഇത്തരത്തിൽ ഈ ഒരു ദുരന്ത മേഖലയിൽ എല്ലാവർക്കും മാതൃകയാണ് ഈ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സ്.